നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ബുധനാഴ്ച ദിവസമാണ്, നമ്മുടെ കമൻറ്റ് സെഷൻ്റെ ദിവസമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇനിയും എടുത്തു പറയാനുള്ളൊരു കാര്യം, പലരും കമൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ടൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടെ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ, അതായത് ഒരു കമൻറ്റ് സെഷൻ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം ലെങ്ത് കുറച്ച് കൂടുതലാണ്, കാരണം ഓരോ കമൻസും ഞാൻ വായിച്ചതിൻ്റെ റിപ്ലൈ തരുമ്പോഴത്തേക്കും വരുന്ന കുറച്ച് ലെങ്തിയാണ്. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടെ ഇടുക. കമൻറ്റ് സെഷൻ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് തന്നെ ധൈര്യമായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പേർക്ക് ഇത് വേണ്ട, എത്ര പേർക്ക് വേണം എന്നുള്ളതും കൂടെ ജസ്റ്റ് നോക്കാം. കാരണം വ്യൂസ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കമൻറ്റ് സെഷനും. ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും വീഴുന്നില്ല. വേറെ ആൾക്കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഇഷ്യൂ ഇല്ല. ഗിയർ ന്യൂട്രലിൽ നിന്നും മുകളിലേക്ക് പോകാൻ എന്തോ തടസ്സം കാണിക്കുന്നു. ക്ലച്ച് ഫുള്ള് ചവിട്ടുന്നുണ്ട്. എന്താ കാരണം? ഇപ്പോൾ ഒരു 2 months ആയി തുടങ്ങിയിട്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ നിന്നും തേർഡ് ഗിയറിലോട്ട് വീഴുന്നില്ലെന്നുണ്ടെങ്കിൽ, അതായത് ഫുൾ ക്ലച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം ഓഫ് കണ്ടീഷനിൽ, അതായത് വാഹനം ഓഫ് ചെയ്തിട്ടതിന് ശേഷം എല്ലാം ഗിയേഴ്സും ഒന്ന് ഇട്ട് നോക്കുക. ക്ലച്ച് ചവിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ക്ലച്ച് ചവിട്ടിക്കോളൂ, കുഴപ്പമില്ല. ക്ലച്ച് ചവിട്ടി എല്ലാ ഗിയേഴ്സും സ്മൂത്ത് ആയിട്ട് വീഴുന്നുണ്ടോ എന്ന് നോക്കാം. ഇൻ കേസ് അതെല്ലാം വീഴുന്നുണ്ടെങ്കിൽ രണ്ടാമത് നോക്കേണ്ട ഒരു കാര്യം, വാഹനം ഓടിച്ചു നോക്കുന്ന സമയത്ത് ഇടയ്ക്ക് മാത്രം സെക്കൻഡിൽ നിന്നും തേർഡ് ഗിയറിലോട്ട് വീഴാതെ വരുന്നുള്ളൂ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്ലച്ചിൻ്റെ പ്ലേ കറക്റ്റ് ആയിരിക്കും, പ്ലേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകും. ഇനി അതല്ല, നിങ്ങളുടെ വാഹനം ക്ലച്ചിൻ്റെ പ്ലേ സെറ്റ് ചെയ്തിട്ടും ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാഹനത്തിൻ്റെ സിങ്ക്രണൈസർ എന്ന് പറയുന്ന യൂണിറ്റ്, അതായത് ഗിയർ ബോക്സിനകത്ത് വരുന്ന സിങ്ക്രണൈസർ എന്ന് പറയുന്ന യൂണിറ്റിന് കംപ്ലൈൻറ്റ് വരുമ്പോൾ, ചെറിയ രീതിക്ക് അതിന് എന്തെങ്കിലും ഒരസലോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും രീതിക്ക് എന്നാ പറയുക സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ സാധാരണ വരുമ്പോഴാണ് ഇത് സിങ്ക്രണൈസ് ആകാൻ വേണ്ടത്. സ്പീഡിനെ സിങ്ക്രണൈസ് ചെയ്താണ് അടുത്ത ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ സിങ്ക്രണൈസിങ് കറക്റ്റ് ആകാതെ വരുമ്പോഴത്തേക്കുമാണ് ഈ ഒരു പ്രോബ്ലം കാണിക്കുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സിങ്ക്രണൈസർ ചെക്ക് ചെയ്ത് നോക്കി അത് റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രോ, ന്യൂ വെഹിക്കിൾ എടുക്കുമ്പോൾ കമ്പനി വഴി ആക്സസറീസ് ഏതൊക്കെയാണ് ചെയ്യേണ്ടത്? ഇത് ഞാനൊരു സീറ്റ് കവർ ഇടുന്ന വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യം, നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ ആക്സസറീസ് ഉണ്ട്. ഇപ്പോൾ സീറ്റ് കവർ വേണം, എന്നാൽ സീറ്റിൽ എയർ ബാഗ് വരുന്ന മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ജെനുവിൻ, അതായത് ആ വാഹനത്തിൻ്റെ തന്നെ ജെനുവിൻ സീറ്റ് കവർ കിട്ടും. ഈ ഒരു സൈഡ് പോർഷൻ, അതായത് നമ്മുടെ സീറ്റിൻ്റെ സൈഡ് പോർഷൻ മാത്രം ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കും കിട്ടുന്നത്. അത് ഇടുകയാണെങ്കിൽ വേറെ പേടിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല, കാരണം അത് സെക്യൂർഡ് ആണ്. അത് ഞാൻ ജസ്റ്റ് സീറ്റ് കവറിൻ്റെ കാര്യം മാത്രം പറഞ്ഞോളൂ. ഇതുപോലെ ഓരോ കാര്യങ്ങളും, പിന്നെ വിനയൽ മാറ്റോ കാര്യങ്ങളൊന്നും ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് വെള്ളാകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യാമെന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ ഡോർ ബീഡിങ്സ് കാര്യങ്ങളൊക്കെ, അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം. അത് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഒരു വൃത്തിയുടെ ഫീലൊക്കെ തോന്നും, ചിലർക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് ജെന്യുവനായിട്ട് കിട്ടുന്ന ആക്സറീസ് ഏത് ഫിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും വാറണ്ടി റിലേറ്റഡ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതൊരു സത്യമാണ്. അടുത്തത്, എൻ്റെ സ്വിഫ്റ്റ് 2013 VXIയുടെ ക്ലച്ച് മാറിയായിരുന്നു. അതിനുശേഷം ഗിയർ സെക്കൻഡ് തേർഡ് മാറി റിലീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ജെർക്കിംഗ് ഉണ്ട് ബ്രോ. മാത്രമല്ല ക്ലച്ച് ഏറ്റവും താഴെയാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫായി പോകുന്നുണ്ട്. എന്ത് ചെയ്യും? ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ക്ലച്ചിൻ്റെ പ്ലേ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിൽ സെക്കൻഡും തേർഡും ഗിയർ ജെർക്ക് ചെയ്യുന്നതിൻ്റെ ഫീൽ എനിക്ക് തോന്നുന്നു ക്ലച്ചിൻ്റെ പ്ലേ കറക്റ്റ് അല്ലാത്തതുണ്ട്. കാരണം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ജെർക്കിംഗ് ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും താഴത്തെ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു അല്പം കൂടെ മേളിലോട്ട് കയറ്റി ഇട്ട് തരാൻ നമ്മുടെ ഷോറൂമിൽ തന്നെ ഒന്ന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയാണ് ക്ലച്ച് മാറി അവിടെ ഒന്ന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അടുത്തതിലോട്ട് പോകാം. കുറച്ചു കാലം ഓടിക്കാതെ നിർത്തിയിട്ട കാറ് പിന്നീട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം? എന്തൊക്കെയാവും ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമ്മൾ വാഹനം കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഒരു ലോങ്ങോ വല്ലതൊക്കെ പോവുകയാണ്, 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പോകുന്ന സമയത്ത് ആരും നോക്കാനില്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ടെർമിനൽ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിടാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഡിസ്കണക്ട് ചെയ്തിട്ട് പോവുക. തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ബാറ്ററിയൊക്കെ കണക്ട് ചെയ്തു. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 1-2 മാസത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പം നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു 6 മാസം കഴിഞ്ഞിട്ട് വരുന്ന കേസാണെങ്കിൽ, അന്നേരം ഇതുപോലെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പോലും ആദ്യം ഈ ബാറ്ററി ഒന്ന് എടുത്ത് ചാർജിങ്ങിന് കൊടുക്കുക. ഫസ്റ്റ് കാര്യം, അതായത് 6 months കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ബാറ്ററി ഒന്ന് ചാർജിങ്ങിന് കൊടുക്കുക. നമ്മളത് കൺസ്യൂം ചെയ്തില്ലെങ്കിലും ചുമ്മാ ഊരിയിട്ടിരിക്കുകയാണെങ്കിൽ പോലും അത് ചെറുതായിട്ട് ലോസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ചാർജ് ചെയ്യിക്കുക. അതിനുശേഷം വാഹനത്തിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ക്രാങ്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കീ ഓൺ ചെയ്തിടുക. അതായത് ജസ്റ്റ് ഒരു ഇഗ്നീഷൻ, അതായത് മീറ്ററിൽ ലൈറ്റ് കാണിക്കുന്ന പോലെ ഇഗ്നീഷൻ ഓൺ ആക്കി ഇടുക.
ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും 5 മിനിറ്റ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ബാക്കിയുള്ള ആക്സറീസ് എല്ലാം ഓഫ് ആയിരിക്കണം. 5 മിനിറ്റ് എങ്കിലും കീ ഓൺ ആക്കി ഇടുക. കറക്റ്റ് 5 മിനിറ്റ് ഇട്ടോളൂ. ഈ 5 മിനിറ്റ് എന്തുകൊണ്ട് ഇടാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 6 മാസമായിട്ട് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ അങ്ങനെ ഇട്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ എലി കയറാനുള്ള ചാൻസ് ഉണ്ട്, വേറെ എന്തെങ്കിലും വയറിന് ഷോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇനി ഫ്യൂവൽ പമ്പൊക്കെ അത്രയും നാൾ യൂസ് ചെയ്യാതെ ഇരുന്നിട്ട് അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു പ്രശ്നം വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു 5 മിനിറ്റ് സ്റ്റാർട്ട് 5 മിനിറ്റ് കീ ഓൺ ചെയ്ത് ഇഗ്നിഷൻ ഓൺ ആക്കി ഇടുക. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല, അഡീഷണൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു കാരണവശാലും വാഹനം എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റോളം പിന്നെയും അവിടെ തന്നെ ഇട്ടേക്കുക. 5 മിനിറ്റ് സ്റ്റാർട്ടാക്കിയിട്ടോ, എ സിയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല. ജസ്റ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വാഹനത്തിൻ്റെ അടിയിലത്തെ പോർഷനിലൊക്കെ, അതായത് അണ്ടർ ബോഡിയൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് കുനിഞ്ഞു നോക്കുക. അതായത് വാഹനത്തിൻ്റെ അടിയിലോട്ട് നമ്മൾ കുനിഞ്ഞു നോക്കുന്ന പോലെ ഒന്ന് കുനിഞ്ഞു നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ വല്ലതൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അടുത്ത എ സി ഓൺ ചെയ്യുക. എ സി ഒന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു ടൈം അതെടുത്തോട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ വാഹനം പതുക്കെ ഒന്ന് മുമ്പോട്ടും പുറകോട്ടും ഒന്ന് അനക്കണം. അതായത് ഫ്രണ്ടിലോട്ട് എടുക്കുക, ബ്രേക്ക് അപ്ലൈ ചെയ്യുക, ബാക്കിലോട്ട് എടുക്കുക, ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ഒന്ന് പുറത്തോട്ട് ഇറക്കി സ്പീഡിൽ ഓടിക്കരുത്, വളരെ പതുക്കെ. കാരണം ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒരു 6 മാസമായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്ന വാഹനമാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് പോവുക, ബാക്കിലോട്ട് പോയി ഇത് കഴിഞ്ഞിട്ട് റോഡിലോട്ട് ഇറക്കിയതിന് ശേഷം പതുക്കെ ബ്രേക്ക് ചെയ്ത് പോവുക. ഫ്യൂവൽ കുറവാണെങ്കിൽ ഫ്യൂവൽ കുറേ കൂടെ ഫില്ല് ചെയ്തിടാൻ ശ്രമിക്കുക. പിന്നെ പഴയ ഫ്യൂവൽ, ഈ പെട്രോളിനൊരു കുഴപ്പമുണ്ട്, കുറേ നാൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ഈ എന്നാ പറയുന്നത് ചെറിയ രീതിക്കെങ്കിലും അതിനകത്ത് ഈ ചെളി പോലത്തെ എന്തെങ്കിലുമൊക്കെ അംശം, കാരണം ടാങ്കിനകത്ത് വല്ല ഉണ്ടെങ്കിലും വരാം. പെട്രോൾ ഒത്തിരി നാൾ അങ്ങനെ ഒരു ടാങ്കിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും പ്രശ്നം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഉള്ള ഫ്യൂവൽ വേണമെങ്കിൽ ഒന്ന് റൗണ്ട് അടിച്ച് തീർത്തിട്ട് ഏകദേശം ഒരു empty അടുപ്പിച്ച് ആയതിനു ശേഷം ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുക. നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം പുറത്തോട്ട് ഇറക്കിയതിന് ശേഷം കുറച്ച് സ്പീഡ് കുറച്ച് ഏകദേശം ഒരു 20 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ സ്പീഡിൽ മാത്രം ഒരു 2-3 കിലോമീറ്റർ ഓടിച്ച് ബ്രേക്കിംഗ് ഒക്കെ ചെയ്ത് ബ്രേക്കൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്പീഡിൽ ഓടിക്കാൻ സാധിക്കും. അന്നേരം ടയറിന് വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ വാഹനം ഇങ്ങനെ ചാടി പോകുന്ന മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറിന് പ്രശ്നമുണ്ട്, ടയർ മാറുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. കാരണം അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതൊരു ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ ഇഗ്നിസിന് കൂളിംഗ് വളരെ കുറവാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ? ഒരു കാരണവശാലും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. അതിനകത്ത് AC ഫിൽറ്ററോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, AC ഗ്യാസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ വാഹനമാണെങ്കിൽ ഷോറൂമിൽ തന്നെ കൊണ്ട് കൊടുക്കുക. ഷോറൂമിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം അവരോട് തന്നെ ചെക്ക് ചെയ്ത് നോക്കി കൺഫേം ആക്കാൻ പറയാം. കാരണം ടെമ്പറേച്ചർ ഗേജ് ഉണ്ട്, ടെമ്പറേച്ചർ ഗേജ് വെച്ച് അത് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതിൻ്റെ തണുപ്പ് കുറവുണ്ടോ ഇല്ലയോ, അതോ ഇപ്പോഴത്തെ ചൂടിൻ്റെയൊക്കെ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പം എങ്ങാനും ഹോട്ട് കോൾഡിൻ്റെ ആ ഒരു വെൻറ്റ് മാറ്റിയിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ ആ വെൻറ്റ് ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ടില്ലെങ്കിലും ഒക്കെ ഈ സെയിം കംപ്ലയിൻറ്റ് കാണിക്കും. ഏതായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട ഉടനെ തന്നെ കൊണ്ട് കാണിച്ചോണം. എൻ്റെ ഒമിനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കി നോ ലീക്ക്, ബട്ട് ഓടിക്കുമ്പോൾ ഉള്ളിൽ നല്ല സ്മെല്ലാണ്. 2018 ഒമിനി, അതായത് ഒരു ഫ്യൂവൽ സ്മെല്ലിൻ്റെ ഒരു കേസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വാഹനത്തിൽ വേറെ ഫ്യൂവൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പക്ഷേ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒമിനി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം താഴെക്കൂടെയാണ് വരുന്നത്, നമുക്ക് സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ സ്മെല്ല് കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റബ്ബർ ഹോസസ് എന്തൊക്കെയുണ്ടോ, കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കണ്ട, എല്ലാം അങ്ങ് മാറിക്കണം. എല്ലാ റബ്ബർ ഹോസും റീപ്ലേസ് ചെയ്യണം. അത് ബാക്കിലുള്ള ആണെങ്കിലും ഫ്രണ്ടിലുള്ള ആണെങ്കിലും എല്ലാം റീപ്ലേസ് ചെയ്യണം. കാരണം പ്രശ്നം ഉണ്ടോ ഇല്ലയോ നോക്കണ്ട, കാരണം അത് പെട്ടെന്ന് നമുക്ക് വ്യക്തമാകണമെന്നില്ല. ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. അതുപോലെ തന്നെ ചാർക്കോൾ കാനിസ്റ്ററിലോട്ട് വന്ന് കയറുന്നതല്ല, അതിനെ ഊരി വല്ല ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണക്ട് ചെയ്താൽ ഈ പ്രശ്നം തീരുന്നതായിരിക്കും. അടുത്തത്, എൻ്റെ കാറ് മാരുതി വാഗണാർ LXi 2011 മോഡലാണ്. അതിൻ്റെ മേജർ സർവീസ് എപ്പോഴാണ്? ഓക്കെ, 2011 മോഡലാണ്. മേജർ സർവീസ് മാരുതി വാഹനങ്ങൾക്ക് 40, 80, 120 ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഓരോ 4 വർഷം കൂടുന്തോറും മേജർ സർവീസ് വരുന്നുണ്ട്. ഈ 4 വർഷം കൂടുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ, കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, ഫ്യൂവൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, ഇത്രയും കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യാനുള്ളതാണ്. 8ാമത്തെ വർഷമാകുമ്പോൾ അതിനകത്ത് ഗിയർ ഓയിലും കൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാറി വിട്ടോണം. ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ലൈഫും കൂടുതൽ കിട്ടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ 2000-ഉം 2500-നും ഇടയിൽ IOC പെട്രോൾ അടിക്കാറുണ്ട്. പക്ഷേ ഒട്ടുമിക്ക പമ്പിലും റിവാർഡ് പോയിന്റ്സ് കയറ്റാൻ പറഞ്ഞാൽ അവരുടെ മെഷീൻ കേടാണെന്ന് പറയും. തിരക്ക് മൂലം ഇതിന് മെനക്കെടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വാഹനത്തിന് ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഫില്ല് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചോദിക്കണം, പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ഞാൻ അങ്ങനെയാണ്. കാരണം ഒരു പമ്പിൽ ഞാൻ സ്ഥിരം ഫില്ല് ചെയ്യുന്ന ഒരു പമ്പിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതല്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാൻ ആദ്യം ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന കാര്യം
പോയിന്റ്സ് കിട്ടുമോ എന്നുള്ള, അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ്സ് ആഡ് ചെയ്യുമോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ നിന്ന് പോവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം പിന്നെ ഈ അറ്റപ്പറ്റം ഫ്യൂവലായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് രക്ഷയില്ല. അല്ലാത്ത പക്ഷം നമുക്ക് ഏകദേശം ഒരു കട്ട ഫ്യൂവലുണ്ട്, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏകദേശം ഒരു 45 കിലോമീറ്റർ ഓടും, അടുത്ത പമ്പിലോട്ട് പോയിക്കോണം, ഏതായാലും ആ റൂട്ട് തന്നെയാണെങ്കിൽ പോവുക എന്നേ ഞാൻ പറയത്തുള്ളൂ. വേറെ ഓപ്ഷനിലേക്ക് അവിടെ തന്നെ ഫില്ല് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു രീതി വെച്ച് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ആദ്യം ചോദിക്കും ഇവിടെ റിവാർഡ് പോയിന്റ്സ് കിട്ടുമോ, ഓക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോയിന്റ്സ് ആഡ് ചെയ്യുമെന്ന് ചോദിക്കും. യെസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫില്ല് ചെയ്യും, അത് ആഡ് ചെയ്യും. പിന്നെ അങ്ങനെ എനിക്ക് ഒരു തവണ മാത്രം ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ, അവർ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫ്യൂൽ ഫില്ല് ചെയ്തു, പക്ഷേ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അന്നേരം നെറ്റ്വർക്ക് എന്തോ എററോ സംതിങ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്പർ കൊടുത്തിട്ടാണ് പോയത്, എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നമ്പർ ആഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ചോദിക്കണം, ചോദിച്ചാലേ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഒരുപാട് രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിക്കേണ്ടി വരുമല്ലോ എന്ന്. സത്യമാണ്. ഇതിപ്പം നമ്മൾ ഓരോ എന്നാ പറയുന്നത്, ഇപ്പം നമ്മൾ ഈ 10 രൂപ വെച്ച് 10 രൂപയ്ക്ക് വലിയ വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപ അല്ലേ എന്ന് നമ്മൾ ചോദിക്കും. ഈ 10 രൂപ 10 നോട്ടായി കഴിഞ്ഞാൽ എത്രയാവും? 100 രൂപയായി. അതൊരു 1000 എണ്ണമായാലോ. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയതായിട്ട് ഇടുന്ന ഓരോ ഡെപ്പോസിറ്റായിട്ട് കൂട്ടിയാൽ മതി. ഇപ്പം ഞാൻ അന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു 470 രൂപയ്ക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്ത സമയത്ത് ഇത് ചിലപ്പം ഒരുപാട് നാൾ, എനിക്ക് തോന്നിയിട്ട് 4-5 മാസം മുമ്പായിരുന്നു ഞാൻ ഇതൊന്നുകൂടെ ഫില്ല് ചെയ്തത്. മീൻസ് ഞാനൊന്ന് റെഡീം ചെയ്തെടുത്തത്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്, ഇപ്പോഴാണ് പിന്നെ ഞാൻ റെഡീം ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ ഫ്യൂൽ അടിക്കുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ വാഹനത്തിൽ അടിച്ചാലും എൻ്റെ ഫ്രണ്ടിൻ്റെ വാഹനത്തിലാണ് ഞാൻ പോകുന്നതെങ്കിൽ അതിൽ ഫില്ല് ചെയ്താൽ പോലും എൻ്റെ നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ചെറിയ രീതിക്ക് നമുക്കൊരു ചെറിയൊരു ഡെപ്പോസിറ്റ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് അടുത്തിലോട്ട് പോകാം. ജിയോ പെട്രോൾ ഡീസൽ ആണ് സൂപ്പർ. അത് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ജിയോ ഫ്യൂൽ ഞാൻ ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല കാര്യങ്ങൾ നമ്മളെപ്പോഴും ഷെയർ ചെയ്യണം. അതിപ്പം ഞാൻ പറയുന്ന പോലെ ഏതൊരു കാര്യം ഞാനിപ്പം ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് നല്ലത് എന്ന് എനിക്ക് തോന്നുന്ന ഏതൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനും ഉറപ്പായിട്ട് അത് ഷെയർ ചെയ്യും. ഇപ്പം ജിയോ പെട്രോൾ ആൻഡ് ഡീസൽ നല്ലതാണെന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൊന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെല്ലും, ഒരു കുഴപ്പമില്ല. അടുത്തത്, വാട്ട് ഈസ് H4 H7 ഫോർ ബൈക്ക് H4 ആണോ എന്നാണോ ചോദിച്ചിരിക്കുന്നത്. ഏതായാലും H4 H7 എന്നൊക്കെ പറയുന്നത് ബൾബിൻ്റെ ഹോൾഡറിൻ്റെ കണക്കാണ്. അതായത് H4 എന്ന് പറയുമ്പോഴത്തേക്കും 3 പിന്ന് വരുന്നുണ്ട്, ഹൈ ആൻഡ് ലോ ഒരൊറ്റ ബൾബിൽ വരുന്നതാണ്. H7 H1 H11 എന്നൊക്കെ പറയുന്നത് സിംഗിൾ പോയിന്റ് ആണ് വരുന്നത്. അതായത് നമ്മുടെ ഫോഗ് ലാംപ്സിനൊക്കെ യൂസ് ചെയ്യും, ചില വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ചില വാഹനത്തിൻ്റെ ഡിമ്മും ബ്രൈറ്റും രണ്ട് ബൾബാണ് വരുന്നത്, ചില വാഹനങ്ങൾ ഒറ്റ ബൾബാണ്. അതായത് H4 എന്ന് പറയുന്ന ഒറ്റ ബൾബിൽ തന്നെ 2 വരുന്നത്. H4ഉം H19ഉം സെയിം തന്നെയാണ്, ചെറിയൊരു ലോക്കിൻ്റെ വ്യത്യാസം മാത്രം വരുന്നുള്ളൂ. കോമൺലി ബൈക്കിനൊക്കെ H4 ആണ് യൂസ് ചെയ്യുന്നത്. H4 അല്ലാത്ത ബൈക്കുകളും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം H4 H1 H2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ബൾബിൻ്റെ ഹോൾഡറിൻ്റെ കണക്കാണ്. അടുത്തതിലോട്ട് പോകാം. ആക്സറീസ് കടയിൽ ഒരെണ്ണം ഈ കാര്യങ്ങൾ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ചില യൂട്യൂബർമാർ കാർ കമ്പനി എഞ്ചിനീയർമാരെക്കാളും കില്ലാടികളാണെന്നാണ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ വെട്ടീസ് സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സീറ്റ് കവറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സീറ്റ് കവർ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എയർ ബാഗ് ഉള്ള സീറ്റ് കവറാണെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, എയർ ബാഗ് ഉള്ള സീറ്റ് കവറിലാണെങ്കിൽ നമ്മൾ ടൈറ്റ് ഫിറ്റ് സീറ്റ് കവേഴ്സോ ടൈറ്റ് ഫിറ്റ് അല്ലാത്ത പോലത്തെ സീറ്റ് കവേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എയർ ബാഗ് എക്സ്പ്ലോഡ് ആകത്തില്ല. അതായത് നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ എയർ ബാഗ് വരുന്നത്. ഇവിടെ എന്ത് രീതിക്ക് നമ്മൾ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്താലും പൊട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പൊട്ടിയിരിക്കും. പൊട്ടിക്കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് വരത്തില്ല. കാരണം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാനൊരു വാഹനത്തിൽ കണ്ടു, അഡീഷണൽ സീറ്റ് കവർ ചെയ്ത വാഹനത്തിൽ എയർ ബാഗ് പൊട്ടി ഈ സൈഡിൽ നിന്ന് പുറത്തോട്ട് വന്നില്ല. എന്തുകൊണ്ട് ഇവിടെ എയർ ബാഗ് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ സീറ്റിൽ എയർ ബാഗ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലെ ഡോറിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഈ ഒരു പോർഷനിൽ, അതായത് ഈ വാരിലിൻ്റെ പോർഷനിലോട്ട് ഒന്ന് ഇടിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു എയർ ബാഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതുപോലത്തെ അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. അടുത്തത്, രാകേഷ് ബ്രോ, ഗുഡ് ഇൻഫർമേഷൻ. ഐ വാസ് അവെയർ ഓഫ് ദിസ് ഇഷ്യൂ ബട്ട് ടു ഓവർകം ദിസ് വാട്ട് ക്യാൻ വി ഡു ഇൻ ദിസ് കേസ്? ഐ വുഡ് ലൈക്ക് ടു പുട്ട് എ ഗുഡ് സീറ്റ് കവർ ബട്ട് വാട്ട് ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി ഗീവൺ ടു ദ പേഴ്സൺ സ്റ്റിച്ചിങ് സീറ്റ് കവർ? പ്ലീസ് കമൻറ്റ് ഇൻ യുവർ കമൻറ്റ് സെഷൻ ഡേ. ജോബി. ഓക്കെ, ഷുവറായിട്ടും. അപ്പം സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കവറിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് എയർ ബാഗ് വരുന്ന സീറ്റ് കവർ സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് കാര്യം നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സീറ്റ് കവർ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ഓപ്പൺ ആക്കി ഇട്ടിരിക്കണം.
അത് നടക്കുമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ ആരും മെനക്കെടത്തില്ല, അതാണ് വേറൊരു കാര്യം. അതിനുവേണ്ടി മെനക്കെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്ത് അത്ര ഏരിയ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലെ എയർ ബാഗിനെ എക്സ്പ്ലോഡ് ചെയ്ത് വരാൻ പറ്റും. പക്ഷേ പലരും അത് ചെയ്യാത്തത് അത്രയും ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ഒരു വൃത്തിയോട് ഫീൽ ചെയ്യും. 100% ഇല്ലെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ അതൊരു സേഫ്റ്റി ഭാഗമാണ്. ഇപ്പം അതിപ്പോൾ എന്താ പറയുന്നത്, ഒരു സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്, ആസ് ഇറ്റ് ഈസ്, അതങ്ങനെ തന്നെയാണ്. വേറെ ഓപ്ഷൻസ് ഇല്ല അതിന്. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. എ സ്മോൾ ക്വയറി. You have explained certain cases where full heater should be applied to eliminate mist. What is the solution if such mist formation occurs during those times when the engine is not completely warm? Should I keep the vehicle in stationary idle till it gets completely warmed up and then drive away? This method won't be practical always. 100%. ഇപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഞാനൊരു മിസ്റ്റ് പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വാഹനത്തിൽ മിസ്റ്റ് പിടിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കളയാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്ന ഒരു ക്വയറിയാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നല്ല രീതിക്ക് മിസ്റ്റ് പിടിക്കുകയാണെങ്കിൽ ചില സമയത്ത് മാത്രം നമുക്ക് ഹീറ്റ് ഇടേണ്ടി വരുന്നുള്ളൂ. എല്ലാ സിറ്റുവേഷനിലും ഹീറ്റ് ഇടേണ്ടി വരുന്നില്ല. നമ്മുടെ വാഹനത്തിൽ വൈകിട്ട് സമയത്ത്, അതായത് ഒരു 6 മണിക്ക് ശേഷം വാഹനത്തിൽ കയറുമ്പോൾ ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കുന്നതല്ല. ഇനി മിസ്റ്റ് പിടിച്ചാൽ വളരെ റെയർ സിറ്റുവേഷനിൽ, അതായത് വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രം മിസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാത്രമേ ഹീറ്റ് ഇടേണ്ടി വരുന്നുള്ളൂ. പക്ഷേ ആ ഹീറ്റ് ഇടേണ്ട സമയത്ത് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ, അതായത് എഞ്ചിൻ ടെമ്പറേച്ചർ ഹീറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ആകാൻ വേണ്ട. പെട്രോൾ വാഹനമാണെങ്കിൽ എഞ്ചിൻ ഹീറ്റ് ആകാൻ അധികം നേരം വേണ്ട. വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട്, അതായത് നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് ആകുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങളുടെ വാഹനത്തിൻ്റെ തെർമോസ്റ്റാറ്റ് വല്ല എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമയം കൂടുതൽ എടുക്കുന്നതായിരിക്കും. അതുമാത്രം എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഈ പറയുന്ന പോലെ ഹീറ്റ് എല്ലാ കണ്ടീഷനിലും ആവശ്യം വരത്തില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കളയാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വീഡിയോസിൽ പലതും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റ് മിക്കവാറും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അടുത്തത്, ഈ കമന്റ് വരുന്ന വെനസ്ഡേ വീഡിയോയിൽ പരിഗണിക്കും എന്ന് കരുതുന്നു. പുറമേ ചെയ്യുന്ന ആക്സറീസ് ആൻഡ് വാറണ്ടി ആണ് ടോപ്പിക്. ബ്രോ തന്നെ പഴയ ഒരു വീഡിയോയിൽ ഇഗ്നീസിന്റെ സ്ക്രീൻ വെക്കുന്ന വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കപ്ലർ ടു കപ്ലർ കണക്ട് ചെയ്താൽ വാറണ്ടി പോകില്ല അല്ലേ? ഔട്ട്സൈഡ് ഷോപ്സിൽ നിന്നും ചെയ്യുകയാണെങ്കിൽ കമ്പനിയിൽ വാറണ്ടി തരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചലഞ്ച് ചെയ്യണം ആസ് എ കസ്റ്റമർ? ഏതൊക്കെ കണ്ടീഷനിൽ വാറണ്ടി ശരിക്കും കിട്ടാതെ വരും? ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അഡീഷണൽ കപ്ലർ വെച്ചുകൊണ്ട്, അതായത് കപ്ലർ ടു കപ്ലർ കണക്ട് ചെയ്ത് നമുക്ക് ഓരോ ആക്സറീസ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ വാറണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിൽക്കണം. അതായത് അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സിന് വാറണ്ടി കിട്ടുമെന്ന് ഒരിടത്തും പറയുന്നില്ല. പിന്നെ വയർ കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി എന്ന് പറയുന്ന സാധനം തിരിഞ്ഞു നോക്കണ്ട. കപ്ലർ ടു കപ്ലർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജാമ്യത്തിൽ നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതായത് ഉറപ്പായിട്ടും നമുക്ക് വാറണ്ടി കിട്ടില്ല എന്നല്ല, പക്ഷേ വാറണ്ടിക്ക് കുറച്ച് ഒരു കൺസേണും അവിടെ വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ വാഹനത്തിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ഒരു കപ്ലർ വെച്ചാണ് കണക്ട് ചെയ്യുന്നു, സത്യമാണ്. പക്ഷേ ഈ കപ്ലർ വെച്ച് കണക്ട് ചെയ്താലും ഇത് ജെന്യുവിൻ ആണോ? ഒരു കാരണവശാലും ഇത് ജെന്യുവിൻ അല്ല. നമ്മളൊരു അഡീഷണൽ പാർട്ട് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അഡീഷണൽ പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യാം. അങ്ങനെ കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിൽ പണ്ടത്തേക്ക് വാഹനത്തിൽ വലിയ പ്രശ്നമില്ല. ഇപ്പോഴത്തേന് ക്യാൻ കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. നമ്മളൊരു ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ECMന് അറിയാം ഹെഡ്ലൈറ്റ് ഓൺ ആക്കി. പണ്ടത് അറിയത്തില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ എഴുതി കാണിക്കും ഹെഡ്ലൈറ്റ് ഓൺ. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് ഇതൊന്നും അറിയത്തില്ല. പണ്ട് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു പച്ച ലൈറ്റ് അവിടെ കാണിക്കും, നിസ്സാരം. അതല്ല. ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഈ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്താൽ കമ്പ്യൂട്ടറിന് സിഗ്നൽ ചെല്ല് അതേ ഹെഡ്ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ മിക്ക വാഹനത്തിലും ഹെഡ്ലൈറ്റിൽ വാട്ട്സ് കൂടിയ ബൾബിട്ടാൽ സപ്പോർട്ട് ചെയ്യില്ല. കുറച്ച് പേർക്കെങ്കിലും ആ പണി കിട്ടിയിട്ടുണ്ടായിരിക്കും. വാട്ട്സ് കൂടിയതിട്ട് കഴിഞ്ഞാൽ വാഹനം എടുക്കത്തില്ല, അത് ഓൺ ആകത്തില്ല. ആ ഒരു കാലഘട്ടമായി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡീഷണൽ ഫിറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇച്ചിരി നോക്കി കണ്ടുമൊക്കെ ചെയ്താൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. സ്റ്റീരിയോ ഒക്കെ ആകുമ്പോഴത്തേക്കും വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കപ്ലറിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് വാറണ്ടിക്ക് പ്രശ്നം വരും. അടുത്തതിലോട്ട് പോകാം. കാറിലെ ഡാഷ്ബോർഡിൽ നിന്നുമുള്ള വൈബ്രേഷൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. കാരണം പലരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം തന്നെയാണ്. ചെറിയ ചെറിയ ഗട്ടർ റോഡിൽ കൂടി പോകുമ്പോൾ ഡാഷ്ബോർഡിൽ നിന്നും കുലുക്കം, ഇടയ്ക്ക് പിടുത്തമൊക്കെ
കേൾക്കുന്നു. മൊത്തത്തിൽ ഇളക്കി റീസെറ്റ് ചെയ്താൽ മതിയോ, അതൊരു വീഡിയോ ആക്കി ഇടാവോ? ഇരിക്കുന്ന സീറ്റൊക്കെ ചെറിയ ഇളക്കമൊക്കെ ഉണ്ട്. ഓടിച്ചു പോകുന്ന ഒരു സുഖമില്ല. നല്ല റോഡിൽ കൂടി പോകുമ്പോൾ ഒരു പ്രശ്നവുമില്ല, എന്നാൽ മോശം റോഡിൽ വരുമ്പോൾ നല്ല ഒച്ച. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ സൗണ്ടുകൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് വിട്ടാൽ മതി. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫിറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വയറ് കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന സൗണ്ട് ആകാം. ഇനി അതല്ല, ഈ എവിടെയെങ്കിലും ലൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുക. സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ട് അവരോട് ഫുൾ കാര്യങ്ങൾ, ഇപ്പോൾ ഡോർ പാഡിനകത്ത് നിന്നാണ് സൗണ്ട് വരുന്നതെങ്കിൽ ഡോർ പാഡ് അഴിച്ച് എല്ലാ ഭാഗങ്ങളും സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ലൂസ് ഉണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യുക. വയേഴ്സ് എവിടെയെങ്കിലൊക്കെ സ്ലീവ് ഇല്ലാതെയോ എങ്ങനെ ഡോർ പാഡിലൊക്കെ തട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് ഡാമ്പ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സൗണ്ട് എല്ലാം മാറുന്നതായിരിക്കും. സീറ്റിൻ്റെയൊക്കെ ആണെങ്കിലും ടൈറ്റ് ചെയ്യാനുള്ള പോർഷൻസ് ഒക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യാതെ വരുമ്പോഴത്തേക്കാണ് ഇളക്കവും സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിരിക്കും.